എല്ലാവർക്കും മഞ്ജൂസ് ക്രാഫ്റ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് ഈ കാണുന്നത് പോലെ ഒരു വളയാണ് ഉണ്ടാക്കുന്നത്. കാണുമ്പോൾ ഒരു ആൻറ്റിക് ലുക്കൊക്കെ ഉള്ളൊരു വളയാണ്. അപ്പോൾ നമുക്ക് ഈ വള മേക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. നമുക്ക് ഈ വള മേക്ക് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് നല്ല തിക്നെസ് കുറഞ്ഞൊരു കമ്പിയാണ്. ഈ കമ്പീൻ്റെ രണ്ട് സൈഡും കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് ഒരു റൗണ്ട് ഷേപ്പാക്കി മാറ്റണം. ഇതൊരു കൈയുടെ വളയുടെ അളവിനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കമ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള എന്തോ ആകട്ടെ അതിൽ വെച്ചിട്ട് നമുക്ക് ഈ കമ്പി ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു വളവൊക്കെ മാറി നല്ല റൗണ്ട് ഷേപ്പിലോട്ട് ഈ ഒരു കമ്പിയെ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ കമ്പി നല്ല റൗണ്ട് ഷേപ്പിലാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമുക്കപ്പം വള ബാംഗിൾ ഉണ്ടാക്കാനായിട്ട് ഒരു കമ്പി മാത്രം പോരാ, മിനിമം ഒരു 7 എണ്ണമെങ്കിലും വേണം, എന്നാലേ അത് നല്ല തിക്നെസ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പം ഞാൻ ഒരു 6 എണ്ണം നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചെയ്തതും കൂടെ കൂട്ടി 7 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിൽ കമ്പി ഒന്ന് മൂർച്ച കൂടിയൊക്കെ നിൽക്കണമെങ്കിൽ ഒന്നേ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ആ വളയുടെ കൂടെ തന്നെ പ്രസ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ പശയൊക്കെ ഇനി തേക്കണമല്ലോ, അപ്പം നമ്മുടെ കയ്യിൽ അത് പിന്നീട് കുത്തി കയറില്ല, നന്നായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ഈ കമ്പിയെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് നന്നായിട്ട് അടുക്കി വെച്ച് പശ വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒരു വള ഈ കമ്പി എടുക്കുക, അതിന് മുകളിലേക്ക് ഫുൾ റൗണ്ടിലും പശ തേച്ച് കൊടുക്കണം. നമ്മൾ പശ എടുത്തു, നമുക്കിനി ആദ്യം ഒരു കമ്പി എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ചുറ്റിലും ഫുൾ റൗണ്ട് അളവിൽ ഒന്ന് പശ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളതിൻ്റെ ഫുൾ റൗണ്ട് അളവിലായിട്ട് പശ തേച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പശ തേക്കണം, കാരണം രണ്ടെണ്ണം പരസ്പരം നമുക്ക് ഒട്ടിക്കണമല്ലോ. നമ്മൾ ഫുൾ റൗണ്ട് അളവിൽ പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് മറ്റൊരു കമ്പി റൗണ്ട് ഷേപ്പിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള മറ്റൊരു കമ്പി വെച്ച് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ചിലപ്പോൾ ഒന്ന് വലുതും ചെറുതായിട്ടൊക്കെ ഇരിക്കും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ നേരെ ആയിക്കോളും. അപ്പോൾ നമ്മൾ 7 കമ്പി നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് പശയൊക്കെ ഉണങ്ങാൻ വെച്ച് പശയെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കളർ ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ്. ഇനി ഇതിൻ്റെ പുറത്തൊരു ഗോൾഡൻ കളർ മെറ്റാലിക് കളറും കൂടെ അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പം ബ്ലാക്കും ആ ഒരു ഗോൾഡൻ കളറും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ബ്ലാക്ക് എടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് നമ്മൾ കളർ ചെയ്തു, അതിനെ ഉണങ്ങാൻ വെച്ച് ഉണങ്ങിയൊക്കെ കിട്ടി. നമുക്ക് മെറ്റാലിക് കളറും കൂടി, ഗോൾഡൻ കളർ മെറ്റാലിക് കളറാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഫുള്ളായിട്ട് വേണ്ട, അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നിറച്ച് നിൽക്കുകയാണല്ലോ കളറ്, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, നമ്മളപ്പോൾ ഒരു ഗോൾഡൻ കളറ് ടച്ചപ്പും വളയ്ക്ക് കഴിയാറായിട്ടുണ്ട്. നമുക്ക് ബ്രഷ് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കൈ കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ കളറൊക്കെ ചെയ്തു. ഇനി നമുക്കതിലേക്ക് കല്ലൊട്ടിക്കണം. ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കളറുള്ള കല്ലാണ് ഒട്ടിക്കുന്നത്. ആദ്യം നമ്മൾ എവിടേക്കാണോ കല്ലൊട്ടിക്കേണ്ടത് അവിടേക്ക് പശ തേച്ച് വെക്കണം. അവിടേക്ക് പശ തേച്ചിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് കല്ലൊട്ടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എവിടേക്കാണോ കല്ലൊട്ടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെയെല്ലാം നമുക്ക് ആദ്യം തന്നെ ഒന്ന് പശ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കല്ല് ഒട്ടിക്കാം. കല്ലൊട്ടിക്കുമ്പം മറിഞ്ഞ രീതിയിലല്ല, നേരെ നൂന്നിരിക്കുന്ന നിവർത്തി തന്നെ നമ്മളത് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. നല്ല ഒരു ഭംഗി കിട്ടുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമ്മളപ്പോൾ കല്ലുകളിൽ ഏകദേശം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഗോൾഡൻ കളർ ത്രെഡ് ഉണ്ടല്ലോ, അതും കൂടെ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ജസ്റ്റ് അത് ഫുള്ളായിട്ട് വേണ്ട, ഇടയ്ക്കിടയ്ക്ക് അവിടെ അതൊരു ഭംഗിക്കാണ്. അപ്പോൾ നമുക്ക് ഈ കമ്പികളെ പരസ്പരം ഒട്ടിച്ച് ഒരു ജോയിൻറ്റിങ് കാണാൻ പറ്റില്ല. നമുക്ക് ഗോൾഡൻ കളർ ത്രെഡ് അതിലോട്ട് ചുറ്റുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗോൾഡൻ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് കുറച്ച് ത്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഇതിന് ആദ്യം നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ അറ്റം വളയിൽ വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം.
എന്നിട്ട് ബാക്കി ചുറ്റുമ്പോൾ നേരെ വന്നോളും. അത് നമുക്ക് ഈ ഒരു ത്രെഡ് വളയുടെ ഏതെങ്കിലും ഒരു കല്ലിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തെ വെച്ച് ആദ്യം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വളയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്